അനധികൃത നിയമനങ്ങൾ തുടർന്ന് യു.ഡി.എഫ് സർക്കാർ. ശ്രീ ചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ വീണ്ടും അനധികൃത നിയമനമെന്ന് പരാതി. ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഒരേ പോസ്റ്റിലേക്ക് 3 പേരെ നിയമിച്ചു. നിയമനം ലഭ്യമായതിൽ ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് എംഎൽഎയുടെ ചെറുമകളും. സംഭവത്തിൽ ഇടത് സംഘടനാ യൂണിയൻ പ്രിൻസിപ്പലിന് പരാതി നൽകി. ആഴ്ചകളുടെ വ്യത്യാസത്തിലാണ് വ്യത്യസ്ത അഭിമുഖങ്ങൾ നടത്തി ഒരേ പോസ്റ്റിലേക്ക് 3 പേരെ കോളേജ് നിയമിച്ചത്. ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്കാണ് ചട്ടങ്ങൾ മറികടന്നുള്ള നിയമനം. ആദ്യ അഭിമുഖത്തിൽ നിന്ന് തിരുവനന്തപുരത്തെ കോൺഗ്രസ് എംഎൽഎയുടെ ചെറുമകളെ നിയമിച്ചപ്പോൾ രണ്ടാമത് അഭിമുഖം നടത്തി അതേ ഓഫീസിൽ നിന്ന് വിരമിച്ച മുൻ ജീവനക്കാരനെ വീണ്ടും നിയമിച്ചു. അതിനു പിന്നാലെ വകുപ്പ് മന്ത്രിയുടെ ഇടപെടലിൽ മൂന്നാമനെയും നിയമിച്ചു. കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ താൽക്കാലിക നിയമനം നേരത്തെ വിവാദമായിരുന്നു. തട്ടിക്കൂട്ട് അഭിമുഖം നടത്തി അധ്യാപകരെ നിയമിക്കുകയായിരുന്നു. സംഭവത്തിൽ ഇടത് അധ്യാപക സംഘടന പ്രിൻസിപ്പാളിന് പരാതി നൽകിയിട്ടുണ്ട്. താൽക്കാലിക നിയമനങ്ങൾ കൂടുതൽ സുതാര്യവും സത്യസന്ധവുമാക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ നിരവധി അനധികൃത നിയമനങ്ങളാണ് നടന്നത്. ചട്ടലംഘനങ്ങളും സ്വജനപക്ഷപാതവും ഉപാധിയാക്കിയാണ് യു.ഡി.എഫ് സർക്കാർ നിയമനം നടത്തുന്നതെന്നാണ് ഉയരുന്ന വിമർശനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.